രാജേട്ടാ, നമ്മൾ ഇപ്പോൾ സെവന്തിൽ എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കൂടെ ചെയ്ത് സിനിമ ഇപ്പോൾ റിലീസായി 3-4 ദിവസമായി. ആദ്യമേ തന്നെ ഈ സിനിമയെക്കുറിച്ച് ചേട്ടന് കിട്ടുന്ന പേഴ്സണലായിട്ടുള്ള ഫീഡ്ബാക്സ് എന്തൊക്കെയാണ്? പൊതുവേ സിനിമയെക്കുറിച്ചുള്ളൊരു ധാരണയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഹൈപ്പ് ക്രിയേറ്റഡ് ആയി. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഈ സിനിമ അങ്ങനെ ഒരു ഹൈപ്പോട് കൂടി തിയേറ്ററിൽ വരുമ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആകുമോ ഒരു ഓഡിയൻസിന്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധാരണ സിനിമയൊന്നുമല്ല. ഒരു കഥ ഒരു പുതിയ രീതിയിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നു, അതിലൊരു പരിധിവരെ നമ്മൾ വിജയിച്ചിരിക്കുന്നു. അത്ര എനിക്ക് ഈ സിനിമയെ പറ്റി അവകാശപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഹൈപ്പ് നിലനിന്നുകൊണ്ട് തന്നെ ആൾക്കാർ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് അവർ വളരെ ഹാപ്പിയായി, അവർക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളൊക്കെ വിചാരിച്ച പോലെ ഈ ക്ലൈമാക്സ് എന്ന് പറയുന്ന ക്ലൈമാക്സിലെ ഒരു ട്വിസ്റ്റ് ഓൺ ദ ഹെഡ് എന്ന് പറയുന്നത് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇത്രയുമൊക്കെ ഹൈപ്പ് ആരും അറിയാതെ അല്ലെങ്കിൽ ബോധപൂർവം അല്ലാതെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടും തിയേറ്ററിൽ ആൾക്കാർ ഈ സിനിമ പോയി കണ്ടിട്ട് അവർ വളരെ ഹാപ്പിയാണ്, സിനിമ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ നമ്മുടെ ഈ സോ കോൾഡ് ക്ലൈമാക്സിലെ ഈ ഒരു ഭയങ്കര ട്വിസ്റ്റ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ബോധിച്ചു. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എൻ്റെ ഒരു റിലീസ് ദിവസം ഇത്രയധികം യൂഫോറിക് ആയിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് കിട്ടിയ ഒരു സിനിമ അടുത്ത ഒരു റീസെൻറ്റ് പാസ്റ്റിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങി വലിയ വിജയങ്ങളായി തീരാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സിനിമകളെല്ലാം ഗ്രാജ്വലി ആൾക്കാർ വലിയ ക്രൗഡ്സ് തിയേറ്ററിലേക്ക് എത്തി അങ്ങനെ ഹിറ്റായ സിനിമകളാണ്. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഫസ്റ്റ് ദിവസം തിയേറ്ററിൽ എൻ്റെ സിനിമ കാണാൻ വന്നത് സെവൻത്തിനെയാണ്. ഏറ്റവും കൂടുതൽ ഇനിഷ്യൽ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളതും സെവൻത്തിനെ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ഒരു കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മളൊരു ഭയങ്കര സിനിമയാണ് നമ്മൾ ആദ്യമേ അവകാശപ്പെടുകയോ, ഈ പറഞ്ഞ നിങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഇനിഷ്യൽ കളക്ഷൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ശരിക്കും പിടികിട്ടിയിട്ടില്ല. അത് എന്തോ ഒരു ദൈവാനുഗ്രഹം ആയിരിക്കും. പിന്നെ എനിക്കൊരു സ്വാർത്ഥമായ ഒരു ആഗ്രഹമുള്ളത് ഈ ക്ലൈമാക്സ് കണ്ടിട്ട് എല്ലാവരും അത് ഉഗ്രനായിരിക്കും എന്ന് പറയുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് സിനിമ ഒന്നുകൂടെ കാണണം എന്നൊരു വലിയ റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം ഫസ്റ്റ് വ്യൂയിങ്ങിൽ അതെന്തിനാണ് അല്ലെങ്കിൽ ഒട്ടും ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്നൊക്കെ തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു സെക്കൻഡ് വ്യൂയിങ്ങിൽ അതിൻ്റെ ഒരു സെക്കൻഡ് തലത്തിലുള്ള ഒരു അർത്ഥം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അതൊരു ഭയങ്കര എനിക്കൊരു സന്തോഷമായിരിക്കും. അത് പടത്തിൻ്റെ തുടക്കം മുതൽ ഫസ്റ്റ് സീക്വൻസിൽ ഡേവിഡ് അബ്രഹാമിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അയാളുടെ ഫോണിൽ ഒരു മെസ്സേജ് കിട്ടി, അയാൾ ഫോണിൽ നോക്കുന്നത് മുതലുള്ള ഷോട്ടുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സെക്കൻഡ് ലെയർ, അത് ആൾക്കാർ ഒരു രണ്ടാമത്തെ വ്യൂയിങ്ങിൽ അവർ തിരിച്ചറിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സ്വാർത്ഥമായ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് കൂടെ ഒരു സെക്കൻഡ് ടൈം ഓഡിയൻസിന് കിട്ടണമെന്ന്. പക്ഷേ ഞാൻ ഇത്രയും സംസാരിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പും ഈ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു സിനിമയുടെ വിജയം ഇതുപോലെ ആഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ്. കാരണം ആദ്യത്തെ സിനിമ നിങ്ങളൊക്കെ എവിടുന്ന് വരുന്നു, എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നൊന്നും പൊതുജനങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഫിലിം നിങ്ങൾ ചെയ്തു, അതിന് ഇങ്ങനൊരു ഭയങ്കര വലിയ വിജയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ചുരുക്കം ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും നിങ്ങളാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. പക്ഷേ അത് പറഞ്ഞപ്പോഴാണ് ഈ സിനിമ ഇപ്പോൾ റിലീസായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ രാജുവിനാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. അപ്പം പ്രേക്ഷകർ എനിക്ക് തോന്നുന്നു തിയേറ്ററിലേക്ക് കയറുന്നത് പുതിയ ആൾക്കാരുടെ കൂടെ പ്രത്യേകിച്ച് ചെയ്ത സിനിമ എങ്ങനെ ഉണ്ടാകും എന്ന് കാണാൻ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇമേജ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ കയറിയിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പം റിലീസ് ചെയ്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇനീഷ്യൽ വന്നു, ഭയങ്കര ക്രൗഡ് വന്നു എന്നൊക്കെ പറയുമ്പോൾ ബിഫോർ റിലീസ് അല്ലെങ്കിൽ ഷൂട്ടിന് മുന്നേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പുതിയ ആൾക്കാരുടെ കൂടെ ഇത്ര വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ അനുഭവം ഉണ്ടായിരുന്നോ? എന്നോട് ആരും പുതിയ ആൾക്കാരുടെ സിനിമ ചെയ്യരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. കാരണം ആക്ച്വലി ഞാൻ എൻ്റെ കരിയറിൽ ഒരുപാട് പുതിയ ആൾക്കാരോട് സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെ പുതിയ ആൾക്കാരോട് സിനിമ ചെയ്ത് ഇത്ര വലിയ വിജയമാകുന്ന ആദ്യത്തെ സിനിമയാണ്. പക്ഷെ നല്ല സിനിമകൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് പുതിയ ആൾക്കാരോട് ചെയ്തിട്ട്. ഇപ്പോൾ അമ്മക്കിളിക്കൂട്, വർഗം, വാസ്തവം എന്ന് പറയുന്ന 3 സിനിമകൾ ആണ് ഡയറക്ടർ പത്മകുമാറിൻ്റെ ആദ്യത്തെ 3 പടങ്ങൾ. അപ്പോൾ അന്ന് പത്മകുമാർ ഒരു പുതിയ ഡയറക്ടറാണ്. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം, പത്മകുമാർ എന്ന ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഡിമാൻഡുള്ള അസോസിയേറ്റ് ഡയറക്ടറാണ്. എല്ലാ ഡയറക്ടേഴ്സും പടം ചെയ്യുമ്പോൾ പത്മകുമാർ ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ് ആദ്യം അസോസിയേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. ശ്യാം വേറൊരു ഡയറക്ടറിനോട് വർക്ക് ചെയ്തിട്ടില്ല, അഖിൽ വേറൊരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ അസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, അത്ര നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പം ഞാനെല്ലാവരും പറഞ്ഞ് അല്ല, നല്ല സ്ക്രിപ്റ്റാണ്, അത്ര നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയും, നല്ല സ്ക്രിപ്റ്റ് ആണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഈ ഹൈപ്പ് ക്രിയേറ്റ് ആയതിൻ്റെ ഒരു കാരണവും അല്ല, ഇയാളിത് ഇങ്ങനെ ഇത്രയും സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് പുതിയ ഡയറക്ടർ, പുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ, പുതിയ പ്രൊഡ്യൂസർ പുതിയതാണെങ്കിലും ഇൻഡസ്ട്രിയിൽ ആളൊരു വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്.
എന്നാലും അങ്ങനെ ഒരു പുതിയൊരു സെറ്റപ്പിൽ ഒരു പടം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഭയങ്കരമായ ഒരു സാധനം കാണുമായിരിക്കുമല്ലോ എന്നുള്ളൊരു അറ്റ്ലീസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സിനിമയിലുള്ളതും സിനിമയുടെ പുറത്തുമായിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ ലിജോ പെലിശ്ശേരിയൊക്കെ ആദ്യം ഈ സിനിമയുടെ അനൗൺസ്മെന്റ് കേട്ടോടെ എന്നെ വിളിച്ചു ചോദിച്ചത് സ്ക്രിപ്റ്റിൽ ഭയങ്കര കാര്യമായ എന്തോ കണ്ടന്റ് ഉണ്ടല്ലേ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ ഞാൻ അല്ല അങ്ങനെ ഭയങ്കരം എന്നുള്ളതല്ല, ഒരു നല്ല സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞുള്ളൂ. അല്ല എനിക്ക് ആരും അങ്ങനെ പുതിയ ആൾക്കാരുടെ സിനിമ ചെയ്യരുത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്തായാലും ആ പുതിയ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ ഒരു തീരുമാനം ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന തീരുമാനം തമ്മിൽ ആലോചന നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇല്ല, ഞാൻ അന്ന് ഷ്യാമിനോട് പറഞ്ഞതാണ്. നമ്മൾ ഫസ്റ്റ് മൂന്നാർ വെച്ച് ഈ സിനിമയെ പറ്റി നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ആക്ച്വലി ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ച വളരെ ചുരുക്കം സിനിമകളിലൊന്നാണ് സെവൻത്തിലെ. അപ്പോൾ അന്ന് ഞാൻ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇത് ഇന്ന് മുതൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മുതൽ ഇതിന് റിലീസ് വരെ നമ്മളൊരു ടീമായിരിക്കണം. അതായത് നമ്മളൊരു ജോയിന്റ് എഫേർട്ടാണ് എന്നുള്ളത് ആരും മറക്കാതെ ഒരു ടീമായിട്ട് നമ്മളിതിപ്പോൾ ഞാനും ഷ്യാമും അഖിലും ഷിബുവും മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിന്റെ ലൊക്കേഷനിൽ മേക്കിങ്ങിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട് അല്ലേ. നമ്മുടെ ക്രെയിൻ ഓപ്പറേറ്റർ രാഷ് വന്നിട്ട് ചേട്ടാ അത് ആ ഷോട്ട് നമുക്ക് ഫോർവേഡ് പോകുന്നതിനെക്കാട്ടി ബാക്ക് വരുന്നതല്ലേ നല്ല അങ്ങനെ. അപ്പോൾ എനിക്ക് അത് ആ ഒരു അറ്റ്മോസ്ഫിയർ കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ വിജയം എനിക്ക് തോന്നുന്നു അത് നമ്മൾ കളയാതെ സൂക്ഷിച്ചു എന്നുള്ളത് തന്നെ. ഇത് വളരെ ടഫ് ഷൂട്ടിംഗ് കണ്ടീഷൻസ് ഉള്ളൊരു സിനിമയായിരുന്നു. കാരണം ആദ്യം നമ്മളെടുത്ത തീരുമാനം സിനിമയുടെ 75% നൈറ്റാണ് ഉള്ള, എല്ലാം രാത്രി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് 75% നൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ഡേ ഫോർ നൈറ്റ് ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ എളുപ്പമാർഗ്ഗം. പക്ഷേ നമ്മൾ ആദ്യം തീരുമാനിച്ചത് ഇല്ല, ആ ഒരു എളുപ്പ വഴിയിലേക്ക് നമ്മൾ പോയി വീടില്ല, നൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു 26-27 നൈറ്റ്സ് നമ്മൾ, അതായത് ഡേ ലൈറ്റ് വരുന്നത് വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ വളരെ ടഫ് ഷൂട്ടിംഗ് കണ്ടീഷൻസിൽ അങ്ങനെ ഒരു ഷൂട്ടിംഗ് എൻവയോൺമെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകൾക്കെല്ലാം കിട്ടിയൊരു ഗുണം അതാണ്. ഇപ്പോൾ മെമ്മറീസ് ആണെങ്കിലും മുംബൈ പോലീസ് ആണെങ്കിലും കുറച്ച് എൻ്റെ കരിയറിനെ കുറച്ചുകൂടി മുന്നിലേക്ക് ചിന്തിച്ചാൽ ക്ലാസ്മേറ്റ്സ്, ചോക്ലേറ്റ്, അത്തരം വലിയ വിജയങ്ങളായ സിനിമകൾക്കൊക്കെ കോമൺ ആയിട്ടുള്ളത് ഇതായിരുന്നു. ആ ഒരു ടീം, ഒരു കോർ ടീം എന്ന് പറയുന്നത് തുടക്കം മുതൽ ഫസ്റ്റ് ഒരു സിനിമയുടെ ഐഡിയ ജനിക്കുന്നത് മുതൽ അതിന് റിലീസ് വരെ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പുതിയ ആൾക്കാർ വന്നപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് അതായിരുന്നു. ശരി, എല്ലാവരെയും ഞാൻ വിരട്ടി നിർത്തിയാൽ ഇവരെല്ലാവരും ഇങ്ങനെ കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നോളും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്തു, അത് നിങ്ങളുടെ വിജയമാണത്. ഇനിയും ഞാൻ പറയാൻ കാര്യം, ഇനി അടുത്ത നിങ്ങളൊക്കെ ഇനി ഒരുപാട് സിനിമകൾ ചെയ്യും, ഓരോ സിനിമയ്ക്കും ഇതുണ്ടാകണം.